ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 33-ാമത്തെ ദശകം അംബരീഷോപാഖ്യാനം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനും അതുപോലെ അതിൻ്റെ ഈ ദശകം പാരായണം ചെയ്താലുള്ള ഫലപ്രാപ്തിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുവാനുമുള്ള സമയമാണ്. നമുക്കാദ്യം ദശകം പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ദശകം 33 അംബരീഷോപാഖ്യാനം. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപി രേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദഭൃതാഃ പ്രസാദം യേനാസ്യ യാചനമൃതേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം സദ്വാദശീ വ്രതമഥോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം തത്രാഥ പാരണദിനെ ഭവദർച്ചനാന്തെ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ രാജ്ഞാഥ പാരണമുഹൂർത്തസമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തതഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോധൃതജടോ വിതതാന കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീമഗ്രേഭിവീക്ഷ്യ നൃപതിർന പദാച്ച കമ്പേ ത്വത്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത് ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്തശർവം യയൗ സ ച ഭവന്തമവന്ദദൈവ ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസാവനൗഷീൽ ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വത്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രതോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ദശകം 34 രാമാവതാര വർണ്ണനം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേഷൃച്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാ ഭൃതേ പായസാഗ്ര്യം തത്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ
രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് 33-ാമത്തെ ദശകവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ ഭഗവാന്റെ ഒരു കൃപയുണ്ടായി, കാരുണ്യമുണ്ടായി. ഇനിയും ഈ ഒരു ദശകത്തിൻ്റെ ഫലപ്രാപ്തിയാണ് 33-ാമത്തെ ദശകം പാരായണം ചെയ്താൽ ഭക്തിവർദ്ധനമുണ്ടാകും എന്നാണ് ഫലപ്രാപ്തി പറയുന്നത്. ഇവിടെ അംബരീഷ മഹാരാജാവിന് ലഭിച്ചതുപോലെ ദൃഢമായ ഒരു ഭക്തി ഭഗവാനെങ്കിൽ ഉണ്ടാവും, ലഭിക്കും എന്നാണ് വിശ്വാസം. ഇത് വെറുമൊരു വിശ്വാസമല്ല, നമുക്ക് കാണിച്ചു തരികയാണ്. എന്താ? ഭഗവാനെങ്കിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഭഗവാനെങ്കിൽ സമർപ്പിതമായി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വിപരീത അനുഭവങ്ങളും ഒക്കെയും ഭഗവാന്റെ ഒരു ലീലയാണ്, ഭഗവാന്റെ ഒരു കൃപയാണ്, ഭഗവാന്റെ ഒരു കാരുണ്യമാണ് എന്ന് നമുക്ക് നിശ്ചയിക്കുവാൻ കഴിഞ്ഞാൽ, ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഭഗവാനെങ്കിലുള്ള ഭക്തി ഓരോ നിമിഷവും നമുക്ക് കൂടുതൽ കൂടുതൽ ദൃഢമായി തീരും. നമ്മളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അംബരീഷ മഹാരാജാവിനെ രക്ഷിച്ചതുപോലെ ഭഗവാൻ സ്വയം നമുക്ക് രക്ഷകനായി കൂടെയുണ്ടാവും. കാരണം ഭഗവാൻ തന്നെ ഈ ദശകത്തിൽ പറയുന്നു, അയം ഭക്തദാസഃ, ഞാൻ ഭക്തദാസനാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തനാകുവാൻ കഴിയുക എന്നുള്ളതാണ് ഈ ജന്മത്തിൽ നമുക്ക് നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ഉത്തമ ഭക്തനാകുവാൻ കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ സ്വയം നമ്മളെ കാത്തുകൊള്ളും, ഏറ്റെടുത്തുകൊള്ളും, സംരക്ഷിച്ചുകൊള്ളും. അതിലേറെ ഓരോ നിമിഷവും നമുക്ക് ഭഗവാനെങ്കിലുള്ള ഭക്തി കൂടുതൽ കൂടുതൽ ദൃഢമായി തീരുവാനും അത് ഉപകരിക്കും. അംബരീഷ മഹാരാജാവ് തന്നെ ഭഗവാൻ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ സംരക്ഷിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ല, പക്ഷെ തൻ്റെ എല്ലാ കർമ്മങ്ങളും അത് ഭഗവാനുള്ള അർച്ചനയായി കണ്ടുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ എല്ലാ കർമ്മവും ഭഗവാനെങ്കിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞപ്പോൾ അനുനിമിഷം തൻ്റെ ഉള്ളിലെ ഭക്തി ഭഗവാനോടുള്ളത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ഇതുപോലെ നമുക്കും അംബരീഷ മഹാരാജാവിനെ പോലെ ഭഗവാനെങ്കിൽ ദൃഢമായൊരു ഭക്തി ഉണ്ടാകുവാനായി ഈ അംബരീഷ ചരിതം നിത്യവും പാരായണം ചെയ്യുവാനും സ്മരിക്കുവാനും ഭഗവാനെ സ്തുതിക്കുവാനും കഴിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കുകളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.